ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മമ്മി. മറ്റൊരു റമദാൻ വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഇഫ്താർ വിശേഷമാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ആ റമദാൻ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമദാൻ്റെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ റമദാനും ഏകദേശം കഴിഞ്ഞു തുടങ്ങിയല്ലേ. അങ്ങനെ ഡെയിലി റൊട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറാണ്. ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പനീർ സമോസയാണ്. ഇത് തണുപ്പ് പോയിട്ടുള്ള പനീറാണ്. ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചീസ് വേണം. ക്രീം ചീസാണിത്. അപ്പോൾ ഈ പനീർ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഞാൻ ചീസ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 200 ഗ്രാമാണ് വരുന്നത് രണ്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടും. പനീറിലും ചീസിലും ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യേണ്ടുള്ളൂ. പിന്നെ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കൊറിയാൻഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അടുത്തത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉന്നക്കായയാണ്. അപ്പോൾ അതിനുള്ള പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ വേവിച്ച പഴം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഒന്ന് മിക്സാക്കി എടുത്തത്. പൾസ് ബട്ടൺ മാത്രം വെച്ചിട്ടൊന്ന് കറക്കിയെടുത്ത് ചെയ്തത്. അതുകൊണ്ട് അധികം കുഴക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ പഴം പഴുപ്പ് കൂടിയൊന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലും വെച്ച്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ഒന്ന് ശരിയായി കിട്ടും. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഗീയും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സമയമാകുമ്പോൾ എന്നും മഴ ഉണ്ടാവാറ്. ഈ ഒരു വൈകുന്നേര സമയത്ത് ചെറുതായിട്ട് ഇടിയും ഒക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ടെന്നും. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 5 പഴം വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിക്കുള്ള ഫുഡും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവരാണെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻസും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ സ്നാക്സിലൊന്നും നോൺ വെജൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അടുത്തത് ഞാനൊരു വെജ് നൂഡിൽ സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്പ്രിംഗ് റോളിൻ്റെയും സമോസയുടെയൊക്കെ വേറൊരു റെസിപ്പി ഞാൻ കഴിഞ്ഞ റമദാൻ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോൺ വെജ് ആയിരുന്നു. ഞാനിതിൽ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് സവാളയും ക്യാരറ്റും കാബേജും കാപ്സിക്കും ആണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയനും എടുത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസും എടുത്തിട്ടുണ്ട്. ഇന്ന് ഹസ്ബൻഡ് ലീവായതുകൊണ്ട് മൂപ്പര് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കുക്കിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരി ചിക്കൻ ഉണ്ടാക്കിയാലോ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഗാർലിക്കും 2-3 ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഒരു പെരി ചില്ലി സോസാണ്. അപ്പോൾ നാന്തൂസിൻ്റെ ഒരു സോസാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കനാണ്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഒരു 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും.
പിന്നെ ഈ സോസും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഹോട്ട്, എക്സ്ട്രാ ഹോട്ട്, മീഡിയം അങ്ങനെ ഓരോ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം സ്പൈസിയാണ്. പിന്നെ അതിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും. ഇത് ചിക്കൻ സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് മാരിനേറ്റ് ചെയ്യണത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ചാർക്കോൾ വെച്ചിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലും ഒരു 2 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നീളത്തിലാണൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊന്ന് കളർ മാറി വന്നപ്പോഴാണ് ഞാൻ ആ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചേർത്തുള്ള നേരത്തെ പറഞ്ഞ പെരി പെരി സോസിൻ്റെ എക്സ്ട്രാ ഹോട്ടാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അധികം വെന്ത് പോവാതെ ഇരിക്കുകയാണ് നല്ലത്. പിന്നെ അധികം ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. പിന്നെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചിക്കൻ പാസ്തയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ പാസ്തയിലേക്ക് ഞാനൊരു മസാല റെഡി ആക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു പാനിൽ കുറച്ച് ഗാർലിക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അത് മിക്സഡ് ഹെർബ്സാണ്. ഇതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും. ഈ പാപ്രിക്ക തന്നെ വേണമെന്നൊന്നുമില്ല, കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താലും മതി. ഈ ചിക്കൻ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാൻ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബെൽ പെപ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്.
പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാഗിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് സൂപ്പ് മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രൊക്കോളി സൂപ്പാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക വേണ്ടത്. അപ്പോൾ അതിലേക്ക് എക്സ്ട്രാ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണ വരെ നന്നായിട്ട് കൈയെടുക്കാതെ ഒന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കണുണ്ട്. അപ്പോൾ ഞാൻ ഈ പാസ്ത ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ ഈ സൂപ്പും കൂടെ ഒന്ന് ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്തോറും ഇതിങ്ങനെ ടൈറ്റായിട്ട് വരും. അപ്പം അധികം ചൂടാറാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ. നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സും കൂടെ മേലൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. അപ്പോൾ അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാസ്ത ഞാൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. സ്നാക്സ് ഫ്രൈ ആക്കണതിൻ്റെ കൂടെ തന്നെ ഞാൻ അവർക്കുള്ളതും കൂടെ പാക്ക് ചെയ്തിട്ട് വേഗം കൊടുത്തേക്കാണ് ചൂടോടെ തന്നെ. സ്നാക്സ് മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തത്. അതുപോലെ ഞങ്ങൾക്കുള്ള ഫുഡും ചിക്കൻ മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുബൂസും ഹമൂസും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കായിരുന്നു. ആവശ്യത്തിനുള്ള ഫ്രൈ ആക്കിയിട്ട് ബാക്കി ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒരു വാട്ടർമെലൻ്റെ ഡ്രിങ്കാണ് ഉണ്ടാക്കേണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വൈറലായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നല്ലോ, റൂഹഫ്സ വെച്ചിട്ടുള്ള, അതാണ് ഉണ്ടാക്കാൻ പോണത്. വാട്ടർമെലൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഇതിലും ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതത്ര ചെറുതാക്കിയിട്ടില്ല ഞങ്ങൾ. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് കസ്കസും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ടീസ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂഹഫ്സ എന്ന് പറഞ്ഞത് ഒരു റോസ് സിറപ്പാണ്. ഇത് മെയിനായിട്ടൊരു പാകിസ്ഥാനി ഡ്രിങ്കാണ്. നമ്മളുടെ അറബികളുടെ ഒക്കെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഫ്ലേവർ എത്ര ഇഷ്ടം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും കുറച്ച് പാലും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്ന് കുറേ പണികൾക്ക് ഒരു ആശ്വാസം കിട്ടി. ഇവർ രണ്ടാളും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഫുള്ള് കിച്ചണിൽ കയറിയ മുതൽ ഇവർ രണ്ടാളും കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും.
അപ്പോൾ ഹെൽപ്പ് ചെയ്യൽ മാത്രമല്ല, നമുക്ക് ഒന്ന് സംസാരിക്കാനും ഒക്കെ പണികൾക്കിടയിലൊരു റിലാക്സേഷന് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തൊരു കുക്കിംഗ് തന്നെ ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ഇഫ്താർ. എന്നും ഈ സെയിം റുട്ടീനൊന്നല്ല ഉണ്ടാവാറ്. ചിലപ്പോൾ മടി തോന്നുന്ന ദിവസങ്ങളിൽ ഇത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ ഫ്രോസൺ ഐറ്റംസും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ അതും എടുത്തുണ്ടാക്കാറുണ്ട്. ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ ഒക്കെ ടേബിളിൽ കൊടുന്ന് വെച്ച് സെറ്റ് ചെയ്യാണ്. ഈ കട്ട് ഫ്രൂട്ട്സിൻ്റെ മേലെ കുറച്ച് നട്ട്സും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് സാവധാനം ഞങ്ങൾ മെയിൻ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടും ഒക്കെ ഒരു 10 മണി എന്തായാലും കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ചിക്കനൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ ചിക്കന് ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ആ മസാല ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ആ റാക്കിൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഗ്രില്ലിൽ G1 G2 അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ G1ലാണ് എടുത്തിട്ടുള്ളത്. G1 ഒരു 1 ഹവറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക, ഇടയ്ക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കഴിക്കണ നേരത്ത് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ആ ഒരു സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.